ശ്രീമൻ നാരായണീയം ദശകം 34 ശ്ലോകം 6. ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രുത്വാ പുത്രാപ്തിഖിന്നം ഖലു ഭരതമുഖാൽ സ്വർഗയാദം സ്വദാദം തപ്തോ ദത്താംബു തസ്മൈ നിദദിത ഭരതേ പാദുകാം മേദിനീം ച അത്രിം നത്വാദ ഗത്വാ വനമതി വിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാതം സുഗതിമകലയച്ചാരുഘോഷാരഭംഗിം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ശ്രീമൻ നാരായണീയ സാരാംശം. ഹരേ ഗുരുവായൂരപ്പ, രാമസ്വരൂപിയായ നിന്തിരുവടിയെ കാണുവാനായി കാട്ടിലെത്തിയ ഭരതനിൽ നിന്നും പുത്രശോകത്താൽ വിലപിച്ചുകൊണ്ട് പിതാവ് സ്വർഗം ഗമിച്ചു എന്ന വൃത്താന്തം അറിഞ്ഞ് ഏറ്റവും ദുഃഖിച്ച് പിതാവിനുള്ള ഉദകക്രിയകൾ ചെയ്തിട്ട് പ്രതിജ്ഞ അനുസരിച്ചുള്ള 14 സംവത്സര കാലത്തേക്ക് അയോധ്യയെയും തന്റെ പാദുകങ്ങളെയും ഭഗവാൻ ഭരതനിൽ നിക്ഷേപിച്ചു. അനന്തരം അത്രി മഹർഷിയെ കണ്ടു വന്ദിച്ച ശേഷം അവിടെ നിന്നും അതിവിസ്തൃതമായ ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ചു. അത്യുന്നത കായനായ വിരാതനെ അവിടെ വെച്ചു വധിച്ചു. പിന്നീട് ശരഭംഗാശ്രമത്തിലെത്തിയ നിന്തിരുവടി ഭഗവത് ഭക്തനായ ശരഭംഗ മഹർഷിക്ക് മുക്തി അരുളി. അദ്ദേഹത്തിന്റെ സ്വർഗപ്രാപ്തിയെ ദർശിച്ചു. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പ ശരണം. ശ്രീമൻ നാരായണീയം ദശകം 34 ശ്ലോകം 7. ഓം ശ്രീ ഗുരുഭ്യോ നമ. നത്വാഗസ്ത്യം സമസ്താ ശരനികര സപത്രാകൃതിം താപസേഭ്യഃ പ്രത്യശ്രൗഷി പ്രിയേഷി തദനുജ മുനിനാം വൈഷ്ണവേ ദിവ്യജാവേ ബ്രഹ്മാസ്ത്രേ ചാഭിദത്തേ പതി പിതൃസുഹൃതം വീക്ഷ്യ ഭൂയോ ജടായും മോദാ ഗോദാ തടാന്തേ പരിരമസി പുരാ പഞ്ചവഢ്യാം വധൂഢ്യാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ശ്രീമൻ നാരായണീയ സാരാംശം. ഹരേ ഗുരുവായൂരപ്പ, അഗസ്ത്യാശ്രമത്തിൽ ചെന്ന് അഗസ്ത്യനെ വന്ദിച്ച ശേഷം അവിടെ ആഗതരായ മഹർഷിമാരുടെ മുന്നിൽ വെച്ച് അവരുടെ നന്മയ്ക്കായി രാക്ഷസ വംശത്തെ മുഴുവൻ നശിപ്പിക്കുന്നതാണെന്ന് ഭഗവാൻ പ്രതിജ്ഞ ചെയ്തു. അനന്തരം അഗസ്ത്യ മഹർഷിയാൽ ദാനം ചെയ്യപ്പെട്ട വൈഷ്ണവ ചാപവും ബ്രഹ്മാസ്ത്രവും സ്വീകരിച്ചിട്ട് യാത്ര ചെയ്യുമ്പോൾ ഭഗവാന്റെ പിതാവിന്റെ പൂർവ സുഹൃത്തായ ജടായു എന്ന പക്ഷിരാജാവിനെ കണ്ടു. ഒടുവിൽ ഗോദാവരി തീരത്തുള്ള പഞ്ചവടിയിൽ സ്വഭാര്യയായ സീതയോടുകൂടി ഭഗവാൻ സന്തോഷത്തോടെ വസിച്ചു. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പ ശരണം.